രാത്രി 12:30 കഴിഞ്ഞിട്ടും അലന്റെ ഫോണിലേക്ക് ആ അജ്ഞാത നമ്പറിൽ നിന്നുള്ള കോളുകൾ വന്നുകൊണ്ടേയിരുന്നു. സാധാരണയായി ഇത്തരം സമയങ്ങളിൽ വരുന്ന സ്പാമുകളെ അവൻ അവഗണിക്കാറുള്ളതാണ്. എന്നാൽ കഴിഞ്ഞ 1 മണിക്കൂറായി കൃത്യം 10 മിനിറ്റ് ഇടവേളകളിൽ ആ നമ്പർ സ്ക്രീനിൽ തെളിഞ്ഞുമറിയുന്നുണ്ടായിരുന്നു. കൊച്ചിയിലെ ഒരു പ്രമുഖ പരസ്യ ഏജൻസിയിൽ ക്രിയേറ്റീവ് ഡയറക്ടറായ അലൻ കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി പുതിയൊരു പ്രൊജക്ടിന്റെ തിരക്കിലായിരുന്നതുകൊണ്ടുതന്നെ കടുത്ത മാനസിക സമ്മർദ്ദത്തിലായിരുന്നു. ഒടുവിൽ സഹികെട്ട് അവൻ ഫോൺ കയ്യിലെടുത്തു പരുക്കൻ ഭാവത്തിൽ കോൾ അറ്റൻഡ് ചെയ്തു. ഹലോ, ആരാണിത്? ഈ പാതിരാത്രി മനുഷ്യനെ ഉറക്കാൻ സമ്മതിക്കില്ലേ? അലൻ ദേഷ്യം കടിച്ചമർത്തി ചോദിച്ചു. മറുപുറത്തുനിന്ന് പെട്ടെന്ന് മറുപടിയൊന്നും വന്നില്ല. നേർത്ത ശ്വാസ് വാലിഡേഷൻ ശബ്ദം മാത്രം കേൾക്കാമായിരുന്നു. അലൻ ഫോൺ കട്ട് ചെയ്യാൻ ആഞ്ഞപ്പോഴാണ് ആ ശബ്ദം ഉയർന്നത്. അതൊരു പെൺകുട്ടിയുടേതായിരുന്നു, ഭയം കൊണ്ട് വിറയ്ക്കുന്ന ശബ്ദം. അലൻ, പ്ലീസ് ഫോൺ കട്ട് ചെയ്യരുത്. ഞാൻ റിയയാണ്. നീ എന്നെ ഓർക്കുന്നുണ്ടാവില്ല. പക്ഷെ ഇപ്പോൾ എൻ്റെ ജീവൻ അപകടത്തിലാണ്. അവർ എന്നെ കൊല്ലും. അവർ എൻ്റെ തൊട്ടുപിന്നാലെയുണ്ട്. റിയ എന്ന പേര് കേട്ടപ്പോൾ അലന്റെ മനസ്സിൽ പെട്ടെന്നൊന്നും തെളിഞ്ഞില്ല. കോളേജിൽ കൂടെ പഠിച്ചതാണോ അതോ ഓഫീസിലെ ആരെങ്കിലുമാണോ എന്ന് അവൻ ആലോചിച്ചു. പക്ഷേ ആ ശബ്ദത്തിലെ ഭീതി തികച്ചും യാഥാർത്ഥ്യമായിരുന്നു. അഭിനയിക്കുകയാണെന്ന് ഒട്ടും തോന്നിച്ചില്ല. റിയ? ഏത് റിയ? എനിക്ക് മനസ്സിലായില്ല. താൻ ഏതാ സ്ഥലം? എന്താ പ്രശ്നം? അലൻ കട്ടിലിൽ എഴുന്നേറ്റിരുന്ന് ചോദിച്ചു. എനിക്കൊത്തിരി സംസാരിക്കാൻ സമയമില്ല അലൻ. നിന്റെ ഫ്ലാറ്റിന്റെ താഴെയുള്ള ആ പഴയ കഫേയുടെ ബാക്കിലുള്ള വഴിയിലെ ഞാൻ അവിടെയുണ്ട്. പ്ലീസ് താഴേക്ക് വരാമോ? എനിക്ക് നീയല്ലാതെ മറ്റാരെയും വിളിക്കാൻ പറ്റിയില്ല. എന്റെ ഫോണിലെ കോണ്ടാക്ട്സ് ഒക്കെ ഡിലീറ്റായിപ്പോയി. നിന്റെ നമ്പർ മാത്രമാണ് മനഃപ്പാഠമുണ്ടായിരുന്നത്. പ്ലീസ്. ഫോൺ പെട്ടെന്ന് കട്ടായി. അലൻ തിരിച്ചു വിളിക്കാൻ നോക്കിയെങ്കിലും ആ നമ്പർ പരിധിക്ക് പുറത്താണെന്നാണ് കാണിച്ചത്. അവൻ ജനലിലൂടെ താഴേക്ക് നോക്കി. കൊച്ചി നഗരം ഉറക്കത്തിലേക്ക് വീണിരുന്നു. തെരുവ് വിളക്കുകളുടെ മഞ്ഞ വെളിച്ചത്തിൽ റോഡുകൾ വിജനമായി കിടക്കുന്നു. തന്റെ ഫ്ളാറ്റിന് തൊട്ടു താഴെയുള്ള കാക്കനാട് ഭാഗത്തെ ആ കഫേയുടെ പരിസരം ഇരുട്ടിലാണ്. ഹൃദയമിടിപ്പ് വർദ്ധിക്കുന്നത് അലൻ അറിഞ്ഞു. ഇതൊരു കെണിയാണോ അതോ ശരിക്കും ആരെങ്കിലും അപകടത്തിലാണോ? യുക്തിയും ഭയവും തമ്മിൽ ഒരു യുദ്ധം നടന്നെങ്കിലും ഒടുവിൽ അവന്റെ മനസാക്ഷി അവനെ താഴേക്ക് പോകാൻ പ്രേരിപ്പിച്ചു. ഒരു ജാക്കറ്റും എടുത്തിട്ട് കയ്യിൽ ഒരു ചെറിയ പോക്കറ്റ് കത്തിയും കരുതി അവൻ ലിഫ്റ്റിലേക്ക് നടന്നു. താഴെയെത്തി കഫേയുടെ വശത്തുകൂടിയുള്ള ഇരുണ്ട ഇടവഴിയിലേക്ക് അവൻ നടന്നു. കാറ്റിന്റെ നേർത്ത ശബ്ദം മാത്രം. പെട്ടെന്ന് ഒരു കാറിന്റെ ഡോർ അടയുന്ന ശബ്ദം അവൻ കേട്ടു. അവൻ ശബ്ദം കേട്ട ഭാഗത്തേക്ക് വേഗത്തിൽ നടന്നു. അവിടെ കറുത്ത ഒരു സെഡാൻ കാർ സ്റ്റാർട്ട് ചെയ്ത് കിടക്കുന്നുണ്ട്. ഹെഡ്ലൈറ്റുകൾ അണച്ചിരിക്കുകയാണ്. കാറിനടുത്തേക്ക് എത്തുന്നതിന് മുൻപ് തന്നെ ഇരുട്ടിൽ നിന്ന് ഒരാൾ ഓടിവന്ന് അലന്റെ കൈകളിൽ പിടിച്ചു. അത് ജീൻസും കറുത്ത ടോപ്പും ധരിച്ച ഒരു പെൺകുട്ടിയായിരുന്നു. അവളുടെ മുഖത്ത് ഭയം നിഴലിച്ചിരുന്നു. അലൻ, വണ്ടിയിൽ കയറൂ, വേഗം. അവൾ അവന്റെ കൈ പിടിച്ച് വലിച്ചു. അലനൊന്നും ചിന്തിക്കാൻ നിൽക്കാതെ അവളോടൊപ്പം ആ കാറിന്റെ പിൻസീറ്റിലേക്ക് കയറി. കാർ പെട്ടെന്ന് തന്നെ മുന്നോട്ടെടുത്തു. ഡ്രൈവിംഗ് സീറ്റിൽ നീളമുള്ള മുടിയുള്ള താടി വച്ച ഒരു ചെറുപ്പക്കാരനായിരുന്നു. അവൻ കണ്ണാടിയിലൂടെ അലനെ ഒന്ന് നോക്കി ഒന്നും സംസാരിച്ചില്ല. അലൻ വല്ലാതെ അസ്വസ്ഥനായി. എന്താ ഇവിടെ നടക്കുന്നത്? റിയ, നീ ആരാണെന്ന് ആദ്യം പറ. എന്നെ എങ്ങോട്ടാണ് ഈ കൊണ്ടുപോകുന്നത്? അലൻ ശബ്ദമുയർത്തി ചോദിച്ചു. റിയ ദീർഘശ്വാസം വിട്ടു. അവളുടെ കൈകൾ ഇപ്പോഴും വിറയ്ക്കുന്നുണ്ടായിരുന്നു. അലൻ, ഞാൻ നിന്റെ കസിൻ നിഹാന്റെ ഫ്രണ്ടാണ്. 3 വർഷം മുൻപ് നിഹാന്റെ ബർത്ത്ഡേ പാർട്ടിക്ക് നമ്മൾ കണ്ടിട്ടുണ്ട്. അന്ന് നീ നിന്റെ നമ്പർ എനിക്ക് തന്നിരുന്നു, ഓർക്കുന്നുണ്ടോ? അലന്റെ ഓർമ്മകളിലേക്ക് ആ മുഖം പതുക്കെ തെളിഞ്ഞു വന്നു. അതെ, ബാംഗ്ലൂരിൽ സെറ്റിൽഡായ നിഹാന്റെ കൂടെ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ റിയയുടെ മുഖം വല്ലാതെ മാറിയിരിക്കുന്നു. ക്ഷീണിച്ചും പേടിച്ചും ഇരിക്കുന്നു. ശരി, ഞാൻ ഓർക്കുന്നു. പക്ഷേ എന്താണ് പ്രശ്നം? പോലീസിനെ വിളിക്കാതെ എന്തിനാണ് എന്നെ വിളിച്ചത്? അലൻ ചോദിച്ചു. കാരണം പോലീസിനെ വിളിച്ചാൽ ഞാൻ കൂടുതൽ അപകടത്തിലാകും. ഡ്രൈവ് ചെയ്തുകൊണ്ടിരുന്ന യുവാവ് ഇടപെട്ടു. ഞാൻ റയാൻ, റിയയുടെ കൂടെ വർക്ക് ചെയ്യുന്നതാണ്. ഞങ്ങൾ രണ്ടുപേരും കൊച്ചിയിലെ ഒരു പ്രമുഖ സൈബർ സെക്യൂരിറ്റി ഫേമിലെ അനലിസ്റ്റുകളാണ്. കഴിഞ്ഞ ആഴ്ച ഞങ്ങളുടെ കയ്യിൽ ഒരു എൻക്രിപ്റ്റഡ് ഡാറ്റ ഫയൽ കിട്ടി. ഈ നഗരത്തിലെ വലിയൊരു രാഷ്ട്രീയ നേതാവും കുറച്ച് ബിസിനസ്സുകാരും ചേർന്ന് നടത്തുന്ന വൻ ഹ്യൂമൻ ട്രാഫിക്കിങ്ങിന്റെയും മയക്കുമരുന്ന് മാഫിയയുടെയും വിവരങ്ങളായിരുന്നു അതിൽ. റിയ തുടർന്നു. ഞങ്ങളത് ഡീകോഡ് ചെയ്യാൻ ശ്രമിച്ച വിവരം അവർ അറിഞ്ഞു. ഇന്നലെ രാത്രി ഞങ്ങളുടെ ടീമിലെ മറ്റൊരാളായ ദീപക് കൊല്ലപ്പെട്ടു. ആക്സിഡന്റ് ആണെന്നാണ് പോലീസ് പറയുന്നത്. പക്ഷേ അത് കൊലപാതകമാണ്. ഞങ്ങളുടെ പിന്നാലെയും അവരുടെ ആളുകളുണ്ട്. ഞങ്ങൾ താമസിച്ചിരുന്ന റൂം അവർ അരിച്ചുപെറുക്കി. ആ ഡാറ്റ അടങ്ങിയ പെൻഡ്രൈവ് ഇപ്പോൾ എന്റെ കയ്യിലുണ്ട്. അത് മാധ്യമങ്ങൾക്ക് കൈമാറണം. പക്ഷേ അതിനു മുൻപ് ഞങ്ങളെ അവർ തീർക്കും.
അലന് തലകറങ്ങുന്നതുപോലെ തോന്നി. ഒരു സാധാരണ പരസ്യക്കാരനായ താൻ എങ്ങനെയാണ് ഈ വലിയൊരു കെണിയിൽപ്പെട്ടത്? നിങ്ങൾക്ക് കൊച്ചി വിട്ടു പോയിക്കൂടെ? ബാംഗ്ലൂരിലോ മറ്റോ? അവൻ ചോദിച്ചു. നഗരത്തിന്റെ എല്ലാ എക്സിറ്റുകളിലും അവരുടെ ആളുകളുണ്ട്. റയാന്റെ വണ്ടി അവർ ട്രാക്ക് ചെയ്യുന്നുണ്ടാകും. അതുകൊണ്ടാണ് ഞങ്ങൾ ഇത് എവിടെയെങ്കിലും സുരക്ഷിതമായി ഒളിപ്പിക്കാൻ നോക്കുന്നത്. അലൻ, നിന്റെ ഫ്ളാറ്റിൽ കൊണ്ടുപോയി വെക്കാൻ ഞങ്ങൾക്ക് ഭയമാണ്. പക്ഷേ നിനക്ക് തൃശൂരിലോ മറ്റോ ഒരു പഴയ തറവാട് വീടുണ്ടെന്ന് നിഹാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങോട്ട് മാറാൻ പറ്റുമോ? റിയ യാചനയോടെ ചോദിച്ചു. അലൻ ആലോചിച്ചു. തൃശൂർ തളിക്കുളത്ത് അവന്റെ അമ്മയുടെ പഴയൊരു വീടുണ്ട്. ഇപ്പോൾ അവിടെ ആരും താമസമില്ല. വല്ലപ്പോഴും അമ്മ പോകാറുണ്ടെന്നല്ലാതെ വീട് പൂട്ടിക്കിടക്കുകയാണ്. അങ്ങോട്ട് മാറിയാൽ തൽക്കാലം രക്ഷപ്പെടാം. ശരി, നമുക്ക് തൃശൂരിലേക്ക് പോകാം. പക്ഷേ മെയിൻ ഹൈവേ ഒഴിവാക്കണം, അലൻ പറഞ്ഞു. കാർ നാഷണൽ ഹൈവേ ഒഴിവാക്കി ഉൾനാടൻ റോഡുകളിലൂടെ തൃശൂർ ലക്ഷ്യമാക്കി നീങ്ങി. പുലർച്ചെ 3 മണിയോടെ അവർ ആലുവ പിന്നിട്ടു. അന്തരീക്ഷം ശാന്തമായിരുന്നു. പെട്ടെന്ന് റയാൻ റിയർവ്യൂ മിററിലേക്ക് നോക്കി അസ്വസ്ഥനായി. ഷിറ്റ്, ഒരു വെള്ള സ്കോർപിയോ നമ്മളെ ഫോളോ ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ 10 മിനിറ്റായി അത് തൊട്ടുപിന്നാലെയുണ്ട്. റയാൻ വേഗത കൂട്ടി. അലൻ തിരിഞ്ഞു നോക്കി. ദൂരെ ഒരു വണ്ടിയുടെ ശക്തമായ വെളിച്ചം കാണാം. റയാൻ കാർ ഒരു തിരിവിലേക്ക് വെട്ടിച്ചു കയറ്റി. എന്നാൽ ആ സ്കോർപിയോ വിട്ടുകൊടുക്കാൻ ഭാവമില്ലായിരുന്നു. അത് വേഗത്തിൽ വന്ന് റയാന്റെ കാറിന്റെ സൈഡിൽ വന്ന് ഇടിച്ചു. കാർ നിയന്ത്രണം വിട്ട് റോഡരികിലെ ഒരു മൺതിട്ടയിലേക്ക് ഇടിച്ചു നിന്നു. ഇടിയിൽ അലന്റെ തല മുൻസീറ്റിലിടിച്ച് ചെറിയൊരു മുറിവുണ്ടായി. സ്കോർപിയോയിൽ നിന്ന് കറുത്ത ജാക്കറ്റ് ധരിച്ച 3 പേർ ഇറങ്ങി വന്നു. അവരുടെ കയ്യിൽ ആയുധങ്ങളുണ്ടായിരുന്നു. റിയ, പെൻഡ്രൈവ് എടുത്ത് ഓടിക്കോ, റയാൻ ഉറക്കെ വിളിച്ചു പറഞ്ഞു. വണ്ടിയുടെ ഡാഷ്ബോർഡിലിരുന്ന ഒരു ഇരുമ്പ് വടിയെടുത്ത് അവൻ പുറത്തേക്കിറങ്ങി. അലനും റിയയും കാറിന്റെ മറുപുറത്തെ ഡോർ തുറന്ന് അടുത്തുള്ള റബ്ബർ തോട്ടത്തിലേക്ക് ഓട്ടി. ഇരുട്ടായതുകൊണ്ട് വഴി കൃത്യമായി കാണാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. പിന്നിൽ റയാന്റെ അലർച്ചയും അടികലർന്ന ശബ്ദങ്ങളും കേൾക്കാമായിരുന്നു. അല്പസമയത്തിനകം ആ ശബ്ദം നിലച്ചു. അതിനർത്ഥം റയാൻ കീഴടക്കപ്പെട്ടു എന്നാണ്. ഇപ്പോൾ ആ ഗുണ്ടകൾ തങ്ങളുടെ പിന്നാലെ വരുന്നുണ്ടെന്ന് റയക്കും അലനും മനസ്സിലായി. ഇങ്ങോട്ട് വാ, അലൻ റിയയുടെ കൈപിടിച്ച് റബ്ബർ മരങ്ങൾക്കിടയിലൂടെ വേഗത്തിൽ നടന്നു. അവന് ആ പ്രദേശം ചെറുതായി അറിയാമായിരുന്നു, കാരണം ചെറുപ്പത്തിൽ അവൻ ഈ ഭാഗത്ത് വന്നിട്ടുണ്ട്. തൊട്ടടുത്ത് ഒരു റെയിൽവേ ട്രാക്കുണ്ട്. അവർ ഓട്ടി റെയിൽവേ ട്രാക്കിന് സമീപത്തെത്തി. ദൂരെ നിന്ന് ഒരു ചരക്ക് തീവണ്ടിയുടെ ഹോൺ ശബ്ദം കേൾക്കാമായിരുന്നു. ഗുണ്ടകളുടെ ടോർച്ച് വെളിച്ചം റബ്ബർ തോട്ടത്തിലൂടെ അങ്ങുമിങ്ങും പായുന്നത് അവർ കണ്ടു. അവർ വളരെ അടുത്ത പ്രപ്പ് എത്തിക്കഴിഞ്ഞിരുന്നു. നമുക്ക് ഈ ട്രെയിനിൽ കയറണം, വേറെ വഴിയില്ല, അലൻ പറഞ്ഞു. ചരക്ക് തീവണ്ടി പതുക്കെയാണ് ആ വളവ് തിരിഞ്ഞു വന്നിരുന്നത്. വണ്ടി അടുത്തെത്തിയപ്പോൾ തുറന്നുകിടന്ന ഒരു വാഗണിലേക്ക് അലൻ ആദ്യം റിയയെ തള്ളിക്കയറ്റി. തൊട്ടുപിന്നാലെ അവനും ചാടിക്കയറി. ഗുണ്ടകൾ ട്രാക്കിലേക്ക് ഓടിയെത്തിയപ്പോഴേക്കും ട്രെയിൻ വേഗത ആർജിച്ചിരുന്നു. ഇരുട്ടിലേക്ക് മറയുന്ന ട്രെയിൻ നോക്കി അവർ നിസ്സഹായരായി നിന്നു. വാഗണിലെ കരിക്കട്ടകൾക്കിടയിലിരിക്കുമ്പോൾ റിയ പൊട്ടിക്കരഞ്ഞു. റയാന് എന്തു സംഭവിച്ചു എന്ന ഭയം അവളെ തളർത്തിയിരുന്നു. അലൻ അവളെ ആശ്വസിപ്പിച്ചു. കരഞ്ഞിട്ട് കാര്യമില്ല റിയ, നമ്മളിതിനൊരു അവസാനം കാണണം. നിന്റെ കയ്യിലെ ആ ഡാറ്റ ഇപ്പോൾ എവിടെ? അലൻ ചോദിച്ചു. റിയ അവളുടെ ജീൻസിന്റെ ചെറിയ പോക്കറ്റിൽ നിന്ന് ഒരു ചെറിയ പെൻഡ്രൈവ് എടുത്തു കാണിച്ചു. ഇതിലുണ്ട് എല്ലാം. പക്ഷേ ഇത് തുറക്കാൻ ഒരു പ്രത്യേക ഡിജിറ്റൽ കീ വേണം. അത് റയാന്റെ കയ്യിലുള്ള ലാപ്ടോപ്പിലാണ്. ലാപ്ടോപ്പ് വണ്ടിയിലാണിരിക്കുന്നത്. അതിപ്പോൾ അവരുടെ കയ്യിലായിട്ടുണ്ടാകും. അലൻ ഒരു നിമിഷം ആലോചിച്ചു. റയാൻ ഒരു പ്രൊഫഷണലല്ലേ? അവൻ ബാക്കപ്പ് എവിടെയെങ്കിലും വെക്കാതിരിക്കില്ല. അതെ, അവൻ അത് അവന്റെ ക്ലൗഡ് സ്റ്റോറേജിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടാകും. അതിന്റെ പാസ്വേഡ് എനിക്കറിയാം. പക്ഷെ ലോഗിൻ ചെയ്യണമെങ്കിൽ 2 ഫാക്ടർ ഓതന്റിക്കേഷൻ വേണം. അതിനുള്ള കോഡ് റയാന്റെ ഫോണിലേക്കാണ് വരിക, റിയ നിരാശയോടെ പറഞ്ഞു. പുലർച്ചെ 5:30 ട്രെയിൻ ഷൊർണൂർ റെയിൽവേ യാർഡിനടുത്തെത്തിയപ്പോൾ വേഗത കുറഞ്ഞു. അലനും റിയയും അവിടെ ഇറങ്ങി. അവർ അധികം ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെ റെയിൽവേ സ്റ്റേഷന് പുറത്തുള്ള ഒരു ചെറിയ ചായക്കടയിലേക്ക് നടന്നു. അവിടെ വെച്ച് അലൻ അവന്റെ ഓഫീസിലെ ഏറ്റവും വിശ്വസ്തനായ സുഹൃത്തും ഹാക്കിങ്ങിൽ താൽപ്പര്യവുമുള്ള റോണിനെ വിളിച്ചു. കാര്യങ്ങൾ കേട്ടപ്പോൾ റോൺ ആദ്യം ഞെട്ടി. അലൻ, നീ വലിയൊരു ചതിക്കുഴിയിലാണ്. നീ പറയുന്ന ആ രാഷ്ട്രീയക്കാരൻ വൻ സ്രാവാണ്. പോലീസിലെ പകുതി പേരും അയാളുടെ ശമ്പളക്കാരാണ്. നീ ഒളിച്ചിരിക്കുകയാണ് നല്ലത്. റോൺ, ഞങ്ങൾക്ക് ഒളിച്ചിരിക്കാൻ പറ്റില്ല. റയാൻ അവരുടെ കയ്യിലാണ്. ഒരു പക്ഷേ അവൻ എങ്ങനെയെങ്കിലും ആ ക്ലൗഡ് സ്റ്റോറേജ് ഹാക്ക് ചെയ്യാൻ പറ്റുമോ? റയാന്റെ ഫോണില്ലാതെ ആ കോഡ് ബൈപ്പാസ് ചെയ്യാൻ പറ്റുമോ? അലൻ ചോദിച്ചു. റോൺ അല്പം ആലോചിച്ചു. ഒരു വഴിയുണ്ട്.
റയാൻ ഉപയോഗിക്കുന്ന സിം കാർഡ് ക്ലോൺ ചെയ്യണം. അല്ലെങ്കിൽ അവന്റെ സർവീസ് പ്രൊവൈഡറുടെ ഡാറ്റാബേസിൽ കയറി ആ SMS റീഡയറക്റ്റ് ചെയ്യണം. എനിക്ക് കുറച്ച് സമയം വേണം. നീ ഇപ്പോൾ എവിടെയാ? ഞങ്ങൾ തൃശൂരിലേക്ക് പോവുകയാണ്. എന്റെ തറവാട് വീട്ടിലേക്ക്. ഞാൻ ലൊക്കേഷൻ അയക്കാം. നീ വേഗം എന്തെങ്കിലും ചെയ്യ്. അലൻ ഫോൺ വെച്ചു. അവർ ഒരു ലോക്കൽ ബസ്സിൽ കയറി തളിക്കുളത്തുള്ള അലന്റെ തറവാട്ട് വീട്ടിലെത്തി. വർഷങ്ങളായി പൂട്ടിക്കിടക്കുന്ന ആ പഴയ നാലുകെട്ട് വീട് കണ്ട് റിയയ്ക്ക് അല്പം ആശ്വാസം തോന്നി. വശത്തെ വാതിലിന്റെ പൂട്ട് അലൻ കയ്യിലുണ്ടായിരുന്ന താക്കോൽ ഉപയോഗിച്ച് തുറന്നു. അകത്ത് വല്ലാത്തൊരു മൂകതയും മാറാലയും ഉണ്ടായിരുന്നു. അവർ ഹാളിലെ പഴയ തടി അലമാരയ്ക്ക് പിന്നിലിരുന്നു. ഉച്ചയ്ക്ക് 2 മണിയായപ്പോൾ റോണിന്റെ കോൾ വന്നു. അലൻ, ഐ ഡിഡ് ഇറ്റ്. റയാന്റെ ഫോണിലേക്ക് വന്ന ആ OTP കോഡ് ഞാൻ ഇന്റർസെപ്റ്റ് ചെയ്തു. റിയയോട് ക്ലൗഡ് ലോഗിൻ ചെയ്യാൻ പറ. ഞാൻ സിസ്റ്റം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. റിയ അലന്റെ ഫോൺ വാങ്ങി വിറയ്ക്കുന്ന വിരലുകളോടെ ക്ലൗഡ് സ്റ്റോറേജിന്റെ URL അടിച്ചു. റോൺ നൽകിയ കോഡ് കൊടുത്തപ്പോൾ ആ ഫോൾഡർ തുറന്നു. അതിൽ പ്രോജക്റ്റ് ക്ലീൻ എന്ന പേരിൽ ഒരു ഫയൽ ഉണ്ടായിരുന്നു. റിയ അത് ഡൗൺലോഡ് ചെയ്ത് പെൻഡ്രൈവിലെ ഫയലുമായി സിങ്ക് ചെയ്തപ്പോൾ ആ വൻ അഴിമതിയുടെയും ക്രൂരതകളുടെയും ദൃശ്യങ്ങളും രേഖകളും സ്ക്രീനിൽ തെളിഞ്ഞു. ഇതുമാത്രം മതി ആ മന്ത്രിയെയും സംഘത്തെയും അകത്താക്കാൻ. റിയയുടെ കണ്ണുകളിൽ ഒരു പ്രതീക്ഷ തിളങ്ങി. പക്ഷേ ആ സന്തോഷം അധികം നീണ്ടുനിന്നില്ല. വീടിന്റെ മുൻവശത്ത് ഒരു വണ്ടി വന്നു നിൽക്കുന്ന ശബ്ദം അവർ കേട്ടു. അലൻ പതുക്കെ ജനലിലൂടെ നോക്കി. അവന്റെ ചോര മരവിച്ചുപോയി. അത് ആ പഴയ വെള്ള സ്കോർപിയോ ആയിരുന്നു. അതിൽ നിന്ന് ഗുണ്ടകൾ മാത്രമല്ല, ഒരു പോലീസ് സബ് ഇൻസ്പെക്ടറും ഇറങ്ങിവരുന്നുണ്ടായിരുന്നു. അവർ നമ്മളെ എങ്ങനെ കണ്ടെത്തി? റിയ പരിഭ്രാന്തയായി ചോദിച്ചു. അലൻ പെട്ടെന്ന് ചിന്തിച്ചു. റോൺ നമ്മുടെ ലൊക്കേഷൻ അവർക്ക് കൈമാറിയിട്ടുണ്ടാകും. അല്ലെങ്കിൽ എന്റെ ഫോൺ സിഗ്നൽ അവർ ട്രാക്ക് ചെയ്തു. റിയ, ഇവിടെ ഒരു ഭൂഗർഭ അറയുണ്ട്. പണ്ട് നെല്ല് സൂക്ഷിച്ചിരുന്ന പത്തായപ്പുരയുടെ താഴെ. വായോ. അലൻ റിയയെയും കൂട്ടി പത്തായപ്പുരയിലേക്ക് ഓട്ടി. അവിടെയുള്ള തറയിലെ ഒരു രഹസ്യവാതിൽ തുറന്ന് അവർ താഴേക്കിറങ്ങി. അത് മുകളിൽ നിന്നടച്ചു. ഇരുണ്ട ആ ചെറിയ മുറിയിൽ അവർ ശ്വാസമടക്കി പിടിച്ചിരുന്നു. മുകളിൽ ഗുണ്ടകളുടെ ബൂട്ട്സ് ശബ്ദവും വാതിലുകൾ ചവിട്ടിത്തുറക്കുന്ന ശബ്ദങ്ങളും കേൾക്കാമായിരുന്നു. അവർ ഇവിടെങ്ങാനും കാണും, നന്നായി തിരയൂ. ആ പോലീസുകാരന്റെ ശബ്ദം വ്യക്തമായി കേട്ടു. അലൻ തന്റെ ഫോൺ പൂർണ്ണമായും സ്വിച്ച് ഓഫ് ചെയ്തു. അവന്റെ കയ്യിൽ ഇപ്പോഴും ആ ചെറിയ പോക്കറ്റ് കത്തി മാത്രമാണുള്ളത്. മുകളിൽ തിരച്ചിൽ ശക്തമായി തുടരുകയാണ്. പെട്ടെന്ന് പത്തായപ്പുരയുടെ വാതിൽ തുറക്കുന്ന ശബ്ദം കേട്ടു. ആരോ ആ മുറിയിലേക്ക് നടന്നുവരുന്നു. അവരുടെ തലയ്ക്ക് മുകളിലുള്ള തടിപ്പലകയിലൂടെ വെളിച്ചം അരിച്ചിറങ്ങി. സർ, ഇവിടെ ആരുമില്ല. വണ്ടിപ്പുറകിൽ എവിടെയോ നിർത്തിയിട്ട് അവർ ഓടിപ്പോയതാണെന്ന് തോന്നുന്നു, ഒരു ഗുണ്ട വിളിച്ചു പറഞ്ഞു. സാരമില്ല, ഈ ഏരിയ മൊത്തം ബ്ലോക്ക് ചെയ്യ്. അവർ അധികം ദൂരെയെങ്ങും പോകില്ല, ഇൻസ്പെക്ടർ ഉത്തരവിട്ടു. അവർ പുറത്തേക്ക് പോകുന്ന ശബ്ദം കേട്ടപ്പോൾ റിയയും അലനും ആശ്വസിച്ചു. പക്ഷേ അവർക്കവിടെ കൂടുതൽ സമയം നിൽക്കാൻ കഴിയില്ലെന്ന് അറിയാമായിരുന്നു. നമ്മൾ ഈ ഡാറ്റ മുഖ്യമന്ത്രിയുടെ നേരിട്ടുള്ള വിജിലൻസ് ടീമിന് അയക്കണം. പോലീസിനെ വിശ്വസിക്കാൻ കൊള്ളില്ല, അലൻ പറഞ്ഞു. അവൻ ഫോൺ ഓൺ ചെയ്യാതെ വീട്ടിലെ പഴയൊരു വൈഫൈ മോഡമുണ്ടോ എന്ന് നോക്കി. ഭാഗ്യത്തിന് കണക്ഷൻ വിച്ഛേദിക്കപ്പെട്ടിരുന്നെങ്കിലും അമ്മയുടെ ആവശ്യത്തിനായി റൂട്ടർ അവിടെയുണ്ടായിരുന്നു. അലൻ തന്റെ ഫോണിലെ മൊബൈൽ ഡാറ്റ ഓൺ ചെയ്യാതെ VPN കണക്ട് ചെയ്ത് വളരെ രഹസ്യമായി ആ ഫയലുകൾ കേരള ചീഫ് മിനിസ്റ്ററുടെ ഔദ്യോഗിക ഇമെയിലിലേക്കും ഒപ്പം കേന്ദ്ര അന്വേഷണ ഏജൻസിയായ CBIയുടെ പോർട്ടലിലേക്കും അപ്ലോഡ് ചെയ്തു. അതിനോടൊപ്പം റയാനെ തട്ടിക്കൊണ്ടുപോയ വിവരവും തങ്ങളിപ്പോൾ നേരിടുന്ന ഭീഷണിയും അവർ വിശദമായി എഴുതി ചേർത്തു. മെയിൽ സെൻഡ് ആയതും അലൻ ഫോൺ പൂർണ്ണമായും തല്ലിപ്പൊട്ടിച്ചു. ഇനി അവർക്ക് നമ്മളെ ട്രാക്ക് ചെയ്യാൻ കഴിയില്ല. വാ, നമുക്കീ വീടിന്റെ കിച്ചൻ വശത്തുള്ള ചെറിയ വഴിയിലൂടെ പുറത്തു കടക്കാം. അവർ പതുക്കെ പുറത്തിറങ്ങി. നേരം ഇരുട്ടിത്തുടങ്ങിയിരുന്നു. പറമ്പിലെ കാടുകൾക്കിടയിലൂടെ അവർ റോഡിലേക്ക് നടന്നു. അടുത്ത ദിവസം രാവിലെ കേരളക്കര ഉണർന്നത് വൻ രാഷ്ട്രീയ ഭൂകമ്പത്തോടെയായിരുന്നു. പ്രമുഖ മാധ്യമങ്ങളെല്ലാം ആ വാർത്ത ബ്രേക്കിംഗ് ന്യൂസായി നൽകി. മന്ത്രിയുടെ കള്ളപ്പണ ഇടപാടുകളും ഹ്യൂമൻ ട്രാഫിക്കിംഗ് മാഫിയയുമായുള്ള ബന്ധവും തെളിയിക്കുന്ന രേഖകൾ CBI പുറത്തുവിട്ടു. മന്ത്രിയെ അടിയന്തിരമായി അറസ്റ്റ് ചെയ്യാൻ കേന്ദ്ര സർക്കാർ ഉത്തരവിട്ടു. കൂടെയുണ്ടായിരുന്ന പോലീസുകാരും ഗുണ്ടകളും പിടിയിലായി. റയാനെ അവർ ഒരു പഴയ ഗോഡൌണിൽ നിന്ന് പരിക്കുകളോടെ രക്ഷപ്പെടുത്തി. കൊച്ചിയിലെ ഒരു സുരക്ഷിത കേന്ദ്രത്തിലിരിക്കുമ്പോൾ അലനും റിയയും TVയിലെ ആ വാർത്തകൾ നോക്കുകയായിരുന്നു. അവരുടെ മുഖത്ത് ഭയത്തിനു പകരം വലിയൊരു ആശ്വാസമായിരുന്നു. നീ ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ഇന്നലെ രാത്രി തന്നെ തീർന്നേനെ അലൻ, റിയ അവന്റെ കൈകളിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു. ഞാനല്ല റിയ, നിന്റെ ധൈര്യമാണിതിനൊക്കെ കാരണം. എന്തായാലും എല്ലാം അവസാനിച്ചു. അലൻ ജനലിലൂടെ പുറത്തെ ശാന്തമായ നഗരത്തിലേക്ക് നോക്കി പുഞ്ചിരിച്ചു. കാക്കനാട്ടെ, ആ ഇരുണ്ട ഇടവഴിയിൽ നിന്ന് തുടങ്ങിയ ഭീതിതമായ ആ രാത്രി ഒടുവിൽ നീതിയുടെ വെളിച്ചത്തിൽ അവസാനിച്ചിരുന്നു.